പോയിന്റ് ബ്ലാങ്കിൽ ഇങ്ങനെ ഒരു മുസ്ലിം വസ്ത്രം ധരിഞ്ഞ ആളിലേക്ക് വെടിവെക്കുന്ന അസം മുഖ്യമന്ത്രി. വീഡിയോ വൈറലായപ്പോൾ പ്രശ്നമുണ്ടായി, ചോദ്യങ്ങൾ ഉയർന്നു, അത് നീക്കം ചെയ്തു, എത്ര സ്ഥലത്ത് എത്തി. ഇവർക്ക് എന്താണ് കറക്റ്റ് വർഗീയത, വംശീയത, അത് തന്നെയാണ് ഇതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. വേറൊന്നും ഇവർക്ക് പറയാനില്ലടേ, ഒന്നും പറയാം. എന്ത് ഭരണനൈപുണ്യമാണ് പറയാനുള്ളത്? ഇത് പറഞ്ഞ് തമ്മി തല്ലിച്ച് വോട്ട് നേടുക. വോട്ട് നേടാന്ന് പറഞ്ഞാൽ ഇവിടെ കുത്തിയ അവിടെ വിരിയും, അവരെന്നെ വിരിയുള്ളൂ. പിന്നെ പീഡിപ്പിക്കും, അല്ലെങ്കിൽ പൈസ കൊടുത്ത് വാങ്ങിക്കും. അല്ലാതെ എവിടെയാണ് ഇവർ അധികാരം നേടിയിരിക്കുന്നത്? അല്ലാതെ അത് നേടിയിട്ടില്ല, ഒന്നും പറയാനില്ല. പക്ഷേ ഇതൊക്കെ നമ്മൾ ഇന്ത്യക്കാർക്ക് മനസ്സിലായിട്ടുണ്ട്. ഇതുപോലെ തന്നെ മുസ്ലിം നാമം ഉള്ള ആൾക്കാർ, ക്രിസ്ത്യൻ നാമമുള്ള ആൾക്കാർ, ഇങ്ങനെ ഹിന്ദു നാമം പേരെ കുറേ ആൾക്കാർ ഒരു കോക്കസ് നമ്മളെ തമ്മിൽ തല്ലിക്കാൻ നടക്കുന്നുണ്ട്. ഇവരൊന്നും രാജ്യസ്നേഹമല്ല, ഇവർ രാജ്യദ്രോഹികളാണ്. ഇന്ത്യയെ നശിപ്പിക്കാൻ ഇറങ്ങുന്ന രാജ്യദ്രോഹികളാണ് ഇവർ ഒറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യക്കാർക്ക് മനസ്സിലായി തുടങ്ങി. ഇന്ത്യക്കാരിപ്പോൾ അവർ ഓടിച്ചിട്ട് തല്ലണ കാലം വിദൂരമൊന്നുമല്ല, തല്ലി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളെ ഒറ്റക്കെട്ടാണ്. ഇവിടെ മുസ്ലിം, ഹിന്ദു, ക്രിസ്ത്യാനി, മതമുള്ളവരില്ലാത്തവർ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് തന്നെ നേടിയ സ്വാതന്ത്ര്യം. ഒറ്റക്കെട്ടായിട്ട് നിൽക്കും. ജയ് ഹിന്ദ്.